നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തേക്ക് തൊഴാൻ പോവാണ്. അപ്പം ഞാനും അച്ഛനും കൂടെ ഇവിടുന്ന് പോകുന്നുണ്ട്. പൊന്നും കുട്ടിയും ചങ്ങനകുളത്തുനിന്ന് ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്യാം, അങ്ങനെ ഒരുമിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിലാട്ടോ. അപ്പം രാവിലെ എണീറ്റ് കുളിച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യാണ് കേട്ടോ. ഞാനിപ്പം ഭയങ്കര കാര്യമായിട്ടുള്ള സ്കിൻ കെയറുകളൊന്നും ചെയ്യണില്ല. ഒരു മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ സൺസ്ക്രീൻ, പിന്നെ ലിപ് ബാം ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ആദ്യം ഒന്നും ചെയ്യാണ്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ അമ്പലത്തിൽ പോണേനൊക്കെ മേക്കപ്പൊക്കെ ചെയ്യണേന്ന്. എല്ലാ പ്രാവശ്യവും ഞാൻ എനിക്ക് ഏത് അമ്പലമായാലും ഞാൻ അവിടെ ചെന്നാൽ നടക്കലെത്തിക്കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് മാത്രമല്ല, ഒരുവിധ ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിരിക്കും അത്. അപ്പോൾ ഇന്നെന്തായാലും കരയില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ, പരാതികൾ ഇതൊക്കെയാണല്ലോ കൂടുതൽ ഞാൻ കേട്ടോ. ഞാൻ അങ്ങനെ അവിടെ ചെന്നാലോ ഇതൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മ വരിക. പരാതി ഒന്നും പറയില്ല, എന്നാലും ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ഇപ്രാവശ്യം പരാതി ഒന്നും പറയരുത്. അതിന് പകരം നമുക്ക് എന്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നാലും നമുക്കിങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു ഊർജ്ജം തരുന്ന ഭഗവാനൊരു നന്ദിയാണ് പറയേണ്ടതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ സൺസ്ക്രീനൊക്കെ ഇട്ടതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് റെനയുടെ ഒരു പൗഡർ, ബനാന പൗഡർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിലാണ് ഇന്ന് കൂടുതലും മേക്കപ്പ് ചെയ്യണേ കേട്ടോ. ആദ്യം തന്നെ ഒരു ഐ ഷാഡോ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ്. അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള 2 ഷെയ്ഡ് കേട്ടോ. അതെടുത്തിട്ട് ഒന്ന് കണ്ണിന്മ ഇട്ട് കൊടുക്കുകയാണ്. കണ്ണ് എഴുതുന്നുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഷാഡോ ഇട്ടിട്ട് കണ്ണ് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. ഞാൻ പറയാൻ മറന്നു, നമ്മൾ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ട് കേരള വസ്ത്രാലയയിൽ കയറിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു കേട്ടോ. എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിന് മുന്നത്തെ പ്രാവശ്യം അമ്മേനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം നമ്മൾ പൊന്നിൻ്റെ കുട്ടിക്ക് വേദുവിനെ സ്കൂളിലേക്ക് പോകുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കുന്നംകുളത്ത് ഷോപ്പിൽ. അവിടെ വെച്ചിട്ട് നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ. പിന്നെ ഈ പോണോടത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാനിതാ ഈ മാർസിൻ്റെ ഹൈലൈറ്റർ ഇത് വാങ്ങിയിട്ട് ഞാൻ അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പുറത്ത് പോകുമ്പോഴല്ലേ ഇതൊക്കെ ഇടുക. അപ്പോൾ ഇന്നെന്തായാലും അത് ഇടാന്ന് വിചാരിച്ച് കുറച്ചിട്ടു കേട്ടോ. നല്ലതാട്ടോ, എന്ത് രസമാണെന്നറിയോ. ഭയങ്കര നാച്ചുറലാണ്. നമ്മൾ ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു ഹൈലൈറ്റർ വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കണ്ണെഴുതിൻ്റെ മാൾസിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് കണ്ണെഴുതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മാൾസിൻ്റെ തന്നെ മസ്കാര വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് മാൾസിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്കിന് 2 ലിപ്സ്റ്റിക്കും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് എനിക്ക് കിട്ടും. ആദ്യം ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് എനിക്ക് നാവിൽ കിട്ടുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ മുകളിൽ മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, 2 ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഇട്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ഷെയ്ഡ് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഒരു റെഡാണ്. ആ റെഡിലേക്ക് ഇത് കറക്റ്റ് മാച്ചാണ്. പിന്നെ ഞാൻ കുങ്കുമം കൊണ്ട് പൊട്ടും കൂടെ തൊട്ടു കേട്ടോ. പൊതുവേ എനിക്ക് കുങ്കുമം കൊണ്ട് പൊട്ടിടാൻ ഇഷ്ടമാണ്. പിന്നെ അമ്പലത്തേക്കും കൂടെ അല്ലേ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ കുർത്ത എനിക്കൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് ഒരു ചേച്ചി അയച്ചു തന്നാട്ടോ. അപ്പം അതും കൂടി ഇട്ടപ്പം അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ മുടി നനഞ്ഞ് ആകെ പശു നക്കിയ പോലത്തെ അവസ്ഥയിലാണ്. രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് നനഞ്ഞ മുടിയിട്ട് പോകുമ്പോൾ എവിടെയും റെഡിയാവില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം പോയി മാലയൊക്കെ ഇട്ടു. അപ്പം ഇതാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാം. ടാറ്റാ.